Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. സ്നേഹാദരണീയരായ എൻ്റെ പ്രിയപ്പെട്ട ആദരണീയരായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഖുർആനുമായി ചില കാര്യങ്ങൾ സംവദിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ കേൾക്കുന്ന സമയത്ത് അതൊരു ഓർമ്മിപ്പിക്കലായി നമുക്ക് തോന്നാറുണ്ട്. ഖുർആൻ കേൾക്കുന്ന സമയത്ത് എന്നോടാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നാറുണ്ടോ? എനിക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുർആനിലെ ആ ആയത്ത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടോ, ആ സമയത്താണ് അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്നോടാണ് ഖുർആൻ പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ഞാൻ മാറാനാണ് പറയുന്നത് എന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിത്തീരണമെന്ന് എന്നെ ഇന്നെന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നു. അല്ലേ? ചില ആളുകൾ ചില ആയത്തുകൾ കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഞാൻ എത്ര കേട്ടതാണ്, ഞാൻ എത്ര കണ്ടതാണ്. അല്ലേ? ആ ആയത്ത് ഞാൻ എത്ര കേട്ടതാണ്, ഞാൻ എത്ര കണ്ടതാണ്. എന്നാൽ ഒരു വിശ്വാസി അവൻ മനസ്സിലാക്കേണ്ടത്, അവൻ ചിന്തിക്കേണ്ടത്, അവൻ കരുതേണ്ടത് ഞാൻ എത്ര കണ്ടതാ എന്നുള്ളതല്ല. ഇതെനിക്ക് വേണ്ടിയ, എന്നെ ഓർമ്മിപ്പിച്ചതാ. എന്നെ ഓർമ്മിപ്പിച്ച ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നാണ് ഒരു വിശ്വാസി കരുതേണ്ടത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ ഇറക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിൻ്റെ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകന് നേരിട്ട് ഇറക്കി കൊടുത്തു. നിരവധി തവണ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇത് മനഃപാഠമാക്കിയിട്ടുണ്ടോ, ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പ്രവാചകനെ പരിശോധിച്ചു അള്ളാഹുവിൻ്റെ മാലാഖ. അല്ലേ? ഒരുപാട് തവണ കേട്ടിട്ടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ഞാൻ എത്ര കേട്ടതാ, ഞാൻ എത്ര കണ്ടതാ എന്ന് ചിന്തിച്ചില്ല. ഒരിക്കൽ തൻ്റെ പള്ളി, മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുന്ന സമയത്ത് ഒരു സഹോദരൻ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതുന്ന സമയത്ത് ആ സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാലത്ത് സമിഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലൻ യഖറഉ ഫിൽ മസ്ജിദ് ഫഖാല യർഹമുല്ലാഹ് ലഖദ് അദ്കറനി കദാ വകദാ ആയത്തു മിൻ സൂറത്തിൻ കദാ. സൃഷ്ടികളിൽ ഉത്തമനായ അള്ളാഹുവിന്റെ ഖുർആൻ ഇറക്കപ്പെട്ട പ്രവാചകൻ വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ
അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന്, മദീന പള്ളിയിൽ നിന്ന് ഒരു സഹോദരൻ, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ സൃഷ്ടികളിൽ ഉത്തമനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് എന്നെ ഓർമ്മിപ്പിച്ചതാണ്. ലഖദ് അദ്കറനി കദാ വകദാ, ഇന്ന കാര്യങ്ങൾ ആ ആയത്തിലൂടെ എന്നെ ഓതി കേൾപ്പിച്ചതാണ്, എന്നെ ഓർമ്മിപ്പിച്ചതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത്, അല്ലാഹു അവന് കാരുണ്യം ചൊരിയട്ടെ, കരുണ ചൊരിയട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ. നമ്മളൊക്കെ കരുതേണ്ടത് ആ രൂപത്തിലാണ് സഹോദരങ്ങളെ. ഖുർആനിലെ ആയത്ത് നമ്മൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അത് എന്നെ കുറിച്ചാണ്, എന്നെ ഓർമ്മിപ്പിക്കലാണ്, എനിക്ക് വേണ്ടിയാണ് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാവണം. എങ്കിലും ഖുർആനുമായിട്ടൊരു ടച്ച്, ഹൃദയബന്ധം നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഹൃദയബന്ധം ഉണ്ടാക്കാത്ത കാലത്തോളം വിശ്വാസികളായി തീരാൻ നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. പ്രകടനപരമായിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ ചില സമയത്ത് അല്ലേ, ചില വിദ്യാർത്ഥികൾ, എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്ന ചില വിദ്യാർത്ഥികൾ വിശുദ്ധ ഖുർആനിന്റെ ചില വചനങ്ങൾ പറയുമ്പോൾ ആ കുട്ടികൾ ചോദിക്കാറുണ്ട്, സർ, ക്ലാസ്സിൽ ഇന്ന് ആളുകളില്ലേ, നിങ്ങളെന്താ അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തത്? അല്ലെങ്കിൽ ഖുർആൻ അടങ്ങിയ ഈ ഗ്രന്ഥം നിങ്ങൾ എന്താണ് ഇങ്ങനെ കൈമാറുന്നത് എന്നൊക്കെ പറയുന്ന ഇപ്പോഴും ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവരിപ്പോഴും മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ ഖുർആൻ കെട്ടിപ്പൂട്ടി ഭദ്രമായി ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം പാരായണം ചെയ്ത് എൻ്റെ ഷെൽഫിൽ കൃത്യമായി വെക്കണം. അതാണ് ഖുർആൻ. ഞാൻ ഖുർആനിന്റെ ആളാണ്. എൻ്റെ ഖുർആൻ ഞാൻ സ്വീകരിക്കേണ്ടത് ഈ രൂപത്താണ്, എൻ്റെ ഖുർആനിനെ കാണേണ്ടത് ഈ രൂപത്തിലാണ് എന്നിപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളിലേക്ക്, ഹൃദയങ്ങളിലേക്ക് കടക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആധുനിക ലോകം ഏറ്റവും അപകടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ അനുയായികളാണെന്ന് പറയുക, നിന്റെ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുക, അതിനെക്കുറിച്ച് ഞാൻ അറിയില്ല എന്ന് പറയേണ്ട അവസ്ഥ വരിക. എത്ര വേദനാജനകമാണ് സഹോദരങ്ങൾ. ഈ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട, ഖുർആനുമായി ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ബന്ധം പൂർണ്ണമായിട്ടും അത് പാലിക്കാൻ നമ്മൾ തയ്യാറായ ഒരു സംശയവും വേണ്ട. അള്ളാഹുവിന്റെ ഖുർആനുമായിട്ട് ഹൃദയബന്ധം തുടരാൻ നമുക്ക് സാധിക്കും. ഒരു ഖുർആനിക സദസ്സിൽ ഒരുപാട് സഹോദരിമാരുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിനെ വൈകാരികപരമായിട്ട് കാണുന്ന ആളുകളാണ് ഭൂരിഭാഗം സഹോദരിമാർ. ഞാൻ അങ്ങനെ പറയാൻ കാരണം, വെളിച്ചം പഠന പദ്ധതിയുമായിട്ട് കടന്നു പോകുമ്പോഴൊക്കെ തന്നെ ഭൂരിഭാഗവും ഹൃദയത്തോട് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനുമായി സംസാരിക്കുന്ന ആളുകളാ സഹോദരിമാരെ അധികവും. അപ്പൊ ഒരു സഹോദരി പറയാ, എനിക്ക് ഫാത്തിഹ ഓതാൻ പറ്റുന്നില്ല, ഫാത്തിഹ ഓതാൻ പറ്റുന്നില്ല, ചില ആയത്തുകളിലേക്ക് ഞാൻ കടക്കുമ്പോൾ എനിക്കത് പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല. നമ്മൾ ആലോചിക്കുന്നത്, പക്ഷെ എന്താ കാരണം? വിശ്വാസമില്ലായിട്ടാണോ? അതല്ല, ആ ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് കടന്നപ്പോ അത് എന്നിൽ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഈ ഖുർആനിക ആയത്തോതിയിട്ട് എന്താണ് കാരണമെന്ന് ആ സഹോദരി ചോദിക്കുക, പൊട്ടിക്കരയുക സദസ്സിൽ വെച്ച്. ദിവസവും 17 പ്രാവശ്യം
നമ്മൾ നിർബന്ധമായും പാരായണം ചെയ്യേണ്ട ഒരായത്താണ്. അല്ലാഹുവേ, നീ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കണമേ. നമ്മൾ ഇങ്ങനെ ഓതിപ്പോകാറുണ്ട്. നമ്മൾ ആലോചിച്ചിരുന്നു, ഈ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ഈ ആയത്ത് എന്താണ് പറയുന്നത്? ആരോടാണ് പറയുന്നത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നാഥാ നീ ഞങ്ങളെ ചേർക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ഏതാണ്? ആരാണ് നീ അനുഗ്രഹിച്ചത്? അവരെ നീ അനുഗ്രഹിക്കാൻ കാരണമെന്താ? അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഉൾപ്പെടാൻ സാധിക്കുമോ? സഹോദരി പറയാണ്, ഞാൻ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ ഒരുപാട് പഠിച്ചു. ഈ ആയത്തിന്റെ വിശദീകരണങ്ങളുമായിട്ട് ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുത്തു. ആ ആയത്തിന്റെ ആശയം ഞാൻ മനസ്സിലാക്കിയപ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോ എന്റെ മനസ്സിനെ പ്രാണപ്പെട്ടുകൊണ്ടിരുന്നു, പേടിച്ചുകൊണ്ടിരുന്നു. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ ഖുർആനുമായിട്ട് ഹൃദയവുമായി സംവദിക്കുകയാണ് സുഹൃത്തുക്കളെ. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അനഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. ആര് അള്ളാഹുവിനെയും അവന്റെ ദൂതന്മാരെയും അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ അമ്പിയാക്കളിൽ ഉൾപ്പെടുന്നു. സഹോദരിയുടെ ചിന്ത പോകുന്നത് അല്ലേ, നമ്മളിൽ 17 പ്രാവശ്യം നിർബന്ധമായും പാരായണം ചെയ്യുന്ന സൂറത്ത്, ആ സൂറത്തിന്റെ ചില ആയത്തുകളിലേക്ക് കടക്കുമ്പോൾ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നാഥാ നീ എന്നെ ഉൾപ്പെടുത്തണം. അമ്പിയാക്കളുടെ മാർഗമോ പ്രവാചകന്മാരുടെ മാർഗത്തിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുമോ? ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. സുദ്ദീഖീങ്ങളുടെ മാർഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമോ? ശുഹദാക്കളുടെ മാർഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമോ? സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഉൾപ്പെടാൻ സാധിക്കുമോ? ഇതൊന്നും എനിക്ക് സാധിക്കില്ലല്ലോ. ഇതെന്റെ ഒരു പ്രാർത്ഥനയായി മാറിപ്പോവുകയാണോ? എന്നിട്ട് ആ സഹോദരി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ചരിത്ര സംഭവങ്ങളിൽ, ഒരുപാട് പ്രഭാഷണങ്ങളിൽ ഈ ആയത്തിന്റെ ഈ എന്താണ് സൂറത്തുൽ ഫാത്തിഹ മാത്രം പഠിച്ചാൽ മതി, അതിന്റെ വിശദീകരണം മാത്രം പഠിച്ചാൽ മതി. നമ്മൾ അത്രയും ആയത്തിലുള്ള ഒരുപാട് വിശദീകരണങ്ങൾ, ഹൃദയം തൊട്ട് നമ്മോട് സംസാരിക്കുന്ന വിശദീകരണങ്ങൾ അതിലുണ്ട്. എന്നിട്ട് ആ സഹോദരി പറയുക, ഹൻസായിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്, ഉമ്മുഖല്ലാദിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. 4 മക്കളും ഷഹീദായി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിയിച്ചപ്പോ അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്രിഹി, ആ വാക്കുകൊണ്ട് മറുപടി പറഞ്ഞ ഹൻസാനിന്റെ മാർഗത്തിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത്. മകൻ ഖല്ലാദ് മരണപ്പെട്ടു കേട്ടോ, ഷഹീദായി കേട്ടോ, മകൻ പോയി കേട്ടോ. ഖല്ലാദ് റളിയല്ലാഹു അൻഹു നടന്നു വന്നപ്പോ റസൂലുള്ളാഹി പറയാ, മകൻ പോയി കേട്ടോ, നിങ്ങളുടെ ഭർത്താവ് അംർ ബിൻ ജമൂഹ് ഷഹീദായി കേട്ടോ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പോയി കേട്ടോ, നിങ്ങളുടെ സഹോദരൻ അബ്ദുള്ള സ്വർഗത്തിലേക്ക് പോയി കേട്ടോ. അല്ലേ, നോക്ക്, ഉമ്മയോട് പോയി പറയാമോ? പോയി. നിങ്ങളുടെ ഭർത്താവ് പോയി, നിങ്ങളുടെ സഹോദരൻ പോയി. സൃഷ്ടികളിൽ ഉത്തമനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്.
ആ സഹോദരിയുടെ മറുപടി എന്താണെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് കുല്ലു മുസീബത്തും ബഅദക ജൽ, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്റെ റസൂലുള്ളാഹ് എന്റെ മുമ്പിലുള്ളപ്പോ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് നിസ്സാരമാണ് എന്ന് പറഞ്ഞ ഉമ്മു ഖല്ലാദ് റളിയല്ലാഹു അൻഹ, ആ ഉമ്മു ഖല്ലാദിന്റെ മാർഗത്തിൽ പോലും അതിന്റെ ഒരു ചെറിയൊരു ഭാഗത്ത് പോലും എത്തിപ്പെടാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. എങ്ങനെയാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണം നാഥാ, അത് ഉമ്മു ഖല്ലാദിന്റെ മാർഗമാണ് എന്നെനിക്ക് പറയാൻ സാധിക്കുക എന്നാണ് ആ സഹോദരി ചോദിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മയൊക്കെ എന്റെ നേരെ ഞാൻ ചൂണ്ടിയതിനു ശേഷം മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളോട്. നമ്മളൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. കേവലം പ്രകടനപരമായ പ്രഖ്യാപനങ്ങളോ പാരായണങ്ങളോ ആണോ നമ്മുടെ ആയത്തുകൾ? വിശുദ്ധ ഖുർആൻ അതാണോ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ ഇഖ്റ, നീ വായിക്കണം പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, പ്രവാചകരെ നീ വായിക്കണം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുന്നത് വരെ വായിക്കാൻ പഠിച്ചിട്ടില്ല, എഴുതാൻ പഠിച്ചിട്ടില്ല പ്രവാചകൻ. അല്ലാഹുവിന്റെ കൽപ്പനകൾ അല്ലാഹുവിന്റെ റസൂൽ ധിക്കരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകരോട് എന്താണ് പറഞ്ഞതെന്ന് പ്രവാചകൻ പൂർണ്ണമായി മനസ്സിലാക്കി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിനെ നീ ഹൃദയം കൊണ്ട് സംവദിക്കണേ. നിന്റെ ഹൃദയത്തിലേക്ക് ചെന്നുകൊണ്ട് ആ ഹൃദയം കൊണ്ട് നീ സംവദിക്കണേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ ആ രൂപത്തിലാണ് സഹോദരങ്ങളെ നീങ്ങിയത്. ഹൃദയം കൊണ്ട് സംവദിക്കാൻ മുത്തുനബിക്ക് ഹബീബുള്ളക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്നിന്റെ കാലഘട്ടത്തിൽ എനിക്കോ നിങ്ങൾക്കോ ആ ഖുർആനിനെ ഹൃദയം കൊണ്ട് സംവദിക്കാൻ, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ സ്വഭാവമാക്കി മാറ്റാൻ, നമ്മുടെ സംസാരമാക്കി മാറ്റാൻ, നമ്മുടെ ഇടപാടുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഖുർആൻ ലേ ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ അവിടുന്ന് പറഞ്ഞില്ലേ, ആ മഹാമനുഷ്യന്റെ സ്വഭാവം അല്ലാഹുവിന്റെ ഖുർആനാണ് എന്ന്. എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ നേരെ ചൂണ്ടിക്കൊണ്ട് എന്റെ സ്വഭാവം അല്ലെ നിങ്ങളുടെ സ്വഭാവം അല്ലാഹുവിന്റെ ഖുർആനാണ് എന്ന് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? ഖുർആനുമായി ഒരു ഹൃദയ ടച്ച് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ സഹോദരങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഒരായത്താണെങ്കിലും ആ ആയത്ത് എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ, എന്നോട് സംസാരിക്കുന്നുണ്ടോ, എനിക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു സഹോദരി പറഞ്ഞത്, ഞാൻ കൃത്യമായി നമസ്കരിക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പക്ഷേ ഒന്നിച്ചു കൂടുമ്പോൾ വീട്ടിലൊക്കെ ഞങ്ങൾ ഒരുപാട് തമാശകൾ പലരെ പറ്റിയും പലതും ഒക്കെ പറയാറുണ്ട്. നോക്കണേ, തമാശകളൊക്കെ പറയാൻ തമാശയായിട്ട് അതിനത്ര ഗൗരവം തോന്നിയിട്ടില്ല. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ സദസ്സിൽ വന്നപ്പോ ചില ആയത്തുകൾ ഞാൻ കേട്ടപ്പോൾ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി. ലാ യസ്തർ ഖൗമിൻ മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. കൂടിയിരിക്കുമ്പോ ഞാൻ ഒരുപാട് തമാശയിൽ പലതും ഓരോരുത്തരെ കുറിച്ച് പറയാറുണ്ട്.
വിശുദ്ധ ഖുർആനിന്റെ പരീക്ഷയിൽ പങ്കെടുത്ത് പരീക്ഷ എഴുതി ചില ആയത്തുകളുടെ ആശയങ്ങൾ വായിച്ചു നോക്കിയപ്പോ ഞാൻ എത്രത്തോളം വലിയ തെറ്റാണ് ചെയ്യുന്നത് എന്ന് ആ സഹോദരി പറയുന്നത്. ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കാൻ പാടില്ല. ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. അവർ അവരെക്കാൾ ഉത്തമരായേക്കാം. ഈ പരിഹസിക്കപ്പെടുന്ന ജനതയില്ലേ, പരിഹസിക്കുന്ന ജനതയേക്കാൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് ഉത്തമരായേക്കാം. അതുകൊണ്ട് പരസ്പരം പരിഹസിക്കരുതേ. വ്യക്തികൾ തമ്മിൽ പരിഹസിക്കരുത്, കുടുംബങ്ങൾ തമ്മിൽ പരിഹസിക്കരുത്, മറ്റ് സംഘടനകളെ വെച്ച് പരിഹസിക്കരുത്. അല്ലേ? ചില പ്രഭാഷകന്മാർ ശ്രദ്ധിച്ചിരുന്നു, നിങ്ങൾ മൈക്ക് കിട്ടിയാൽ തന്റെ അടുത്ത പ്രഭാഷകനെന്ന് അവഗണിച്ച് അപമാനിച്ച് സംസാരിച്ചാലാണ് എന്റെ പ്രസംഗം ഒന്ന് നന്നാകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ. ഇന്ന് ഫേസ്ബുക്ക്, വാട്സാപ്പുകള്, ട്വിറ്ററുകള് നോക്കിക്കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് ആളുകൾക്ക് തോന്നുക ഓരോരുത്തരെ എത്രത്തോളം അവഗണിക്കാം, അപമാനിക്കാം. അതിനുള്ള കമന്റ്സുകളാ. ഒരാള് മറ്റുള്ളവരെ കുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് ഇടുന്നു, അവനെതിരെ നൂറുകണക്കിന് ആളുകൾ അവനെതിരെ പല അവഹേളനങ്ങളും നടത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ. പക്ഷെ ഒരു പ്രശ്നമില്ല, ഇതിന് വലിയ ഗൗരവമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പാവപ്പെട്ട ബിലാലിനെയും അമ്മാറിനെയും യാസറിനെയും ഖുബൈബിനെയും അവര് പാവപ്പെട്ടവരല്ലേ, ഒന്നുമില്ലാത്തവരല്ല റസൂലേ, നിന്റെ കൂടെയുള്ളത് ഈ ദരിദ്രവാസികളാണോ ഇസ്ലാമിനെ നയിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെയും പ്രവാചകന്റെ സഹാബികളെയും കളിയാക്കിയപ്പോ അതിരൂക്ഷമായി അല്ലാഹുവിന്റെ ഖുർആൻ അവരെ വിമർശിക്കുകയാ. ലാ യസ്ഹറു ഖൗമിൻ മിൻ ഖൗം, ഉതുബത്തിനെ പോലെയുള്ള, ശൈബത്തിനെ പോലെയുള്ള, വലീദിനെ പോലെയുള്ള കുഫാറുകളായ നേതാക്കന്മാർ അല്ലാഹുവിന്റെ റസൂലിന്റെ പാവപ്പെട്ട അനുയായികളെ കളിയാക്കിയപ്പോ ലാ യസ്ഹറു ഖൗമിൻ മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും, അവർ അവരെക്കാൾ ഉത്തമരായേക്കാം. തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, പരലോകത്ത് ഈ പരിഹസിക്കുന്ന ജനതയേക്കാൾ പരിഹസിക്കപ്പെടുന്ന ജനതയാണ് ഉത്തമരാകുക എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ചില സഹാബികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. മുഖത്ത് പ്രവാചകൻ നോക്കിയപ്പോൾ ഒരു ചിരിയുടെ ഭാവങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു. ചിരിയുടെ ഭാവങ്ങളൊക്കെ കാണുക. പ്രവാചകൻ നോക്കി സാസുനോട് വീക്ഷിച്ചു. ആ സമയത്താണ് ഹബീബുള്ള കാണുന്നത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ മെലിഞ്ഞ കാലുകളായിരുന്നു. അത് വെളിവായപ്പോ സ്വഹാബികളോട് ചിരിച്ചു പോയതാ. അല്ലാഹുവിന്റെ റസൂൽ കേൾക്കണോ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസന്നതയോടുകൂടി പുഞ്ചിരിയോടുകൂടി എപ്പോഴും തന്റെ സഹാബാക്കളെ സമീപിക്കാറ്. പ്രവാചകന്റെ മുഖം ചുവക്കാൻ തുടങ്ങി, പ്രവാചകന്റെ മുഖഭാവം മാറാൻ തുടങ്ങി. സഹാബികളോട് ചോദിക്കുന്നു, സഹാബികളെ, ഇബ്നു മസ്ഊദിന്റെ കാലുകൾ കണ്ടിട്ടാണോ നിങ്ങൾ ചിരിച്ചത്? എങ്കിൽ നിങ്ങൾ അറിയണോ, നാളെ ഈ കാലുകളുണ്ടല്ലോ ഉഹുദ് മലയേക്കാൾ ഭാരമുള്ള കാലുകളായി തീരും. അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളെക്കാൾ എത്രയോ ഉത്തമനായി ഈ ഇബ്നു മസ്ഊദ് മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ പഠിപ്പിക്കുകയാ. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു. ഇസ്ലാമിന്റെ സുന്ദരമായ സൗന്ദര്യം ആസ്വദിച്ച് പല ഘട്ടങ്ങളിലും ബിലാൽ പറഞ്ഞു, എനിക്ക് ഈ ഭൗതിക ലോകമാണ് സ്വർഗം എന്നാണ്. അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹവാത്സല്യത്തോടുകൂടിയുള്ള ബിലാലിനോടുള്ള പെരുമാറ്റം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്നേഹത്തോടെയുള്ള പരിചരണം,
ബിലാൽ പറയാറുണ്ട് എപ്പോഴും, എനിക്ക് ഏറ്റവും സ്വർഗമായി തോന്നുകയാണ് ഈ ഭൗതിക ലോകം. അടിമ ചന്തയിൽ, അടിമ കാളയിൽ ആ രൂപത്തിൽ ജീവിച്ച് വെളിച്ചം കാണാതെ നിന്നിരുന്ന മനുഷ്യൻ ഇസ്ലാം എന്ന മഹാസന്ദേശം ഈ ഭൗതിക ലോകത്ത് തന്നെ ബിലാലിന് വലിയ ആസ്വാദനം നൽകിയപ്പോ ബിലാൽ പറഞ്ഞ വാക്കുകളാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ എന്തോ പറഞ്ഞു. ആ സമയത്ത് അബൂദർ പറഞ്ഞു, ഇനി അങ്ങനൊന്നും പറയണ്ട, ഇനി എവിടുന്നാ വന്നതെന്നൊക്കെ എനിക്കറിയല്ലേ. ചില ആളുകൾ പറയേ, ഇനി വലിയ തറവാട്ടുകാരനൊന്നല്ല, ഇനി എവിടുന്നാന്ന്, എങ്ങനെയാണ്, നിന്റെ പാരമ്പര്യം എങ്ങനെയാണ്, അല്ലേ? നമ്മളൊരു നിസ്സാരമായിട്ട് നമുക്ക് തോന്നുക, നമുക്കൊരു നിസ്സാരമായി തോന്നും ചിലത്. നിന്റെ പാരമ്പര്യം ഒന്നും എന്നോട് പറയണ്ട, എന്നെ ഇനി പഠിപ്പിക്കണ്ട, ഇനി എവിടുന്നാ വരുന്നതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഈ സംസാരം വന്നപ്പോ ബിലാലിന് വല്ലാത്ത പ്രയാസമായി, വിഷമായി. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലേക്ക് ഓടിച്ചെന്നു. ലോകത്തിന്റെ സൃഷ്ടികളിൽ നായകനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു ഹബീബേ, എന്നെ അപമാനിച്ചിരിക്കുന്നു. ബിലാലിനാകെ പ്രയാസമായി, ബിലാലിന്റെ മനസ്സിനാകെ പ്രയാസമായി റസൂലേ. അബൂദർ എന്ന രൂപത്തിൽ ബിലാലിനോട് സംസാരിച്ചു റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂദറിനെ വിളിപ്പിക്കുന്നു. അബൂദർ ഇസ്ലാമിലെ പ്രഗൽഭനായ സഹാബിയ. ഇസ്ലാമിക ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കുന്ന പ്രഗൽഭ വ്യക്തിത്വമാണ്. അബൂദറിനോട് റസൂലുള്ളാഹി പറഞ്ഞ വാക്കുകളുണ്ട്, മാ അൻത അഫ്ദൽ മിൻ, നീ അവനേക്കാൾ ഉത്തമനല്ല അബൂദറേ. ഇന്ന കുന്ത ഫീക ജാഹിലിയ, നീ ജാഹിലിയത്തിൽ പെട്ടുപോയടോ. നീ മുസ്ലിം അല്ല, നീ ഇസ്ലാം അല്ല, നീ ജാഹിലിയത്തിൽ പെട്ടുപോയിട്ടുണ്ട് അബൂദറേ. നീ ബിലാലിനെ കളിയാക്കിയില്ലേ, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെന്ന് അബൂദറിനെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രങ്ങൾ പറയുന്നത് അബൂദർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞു. ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോ കെട്ടിപ്പിടിക്കാറുണ്ടായിരുന്നു, പൊത്തിപ്പിടിക്കാറുണ്ടായിരുന്നു, കെട്ടിപ്പിടിച്ച് പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരയാറുണ്ടായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ അബൂദറിന് വന്നു എന്നാണ്. കാരണം ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, അറിയാതെ പറഞ്ഞു പോയി. ഒരുപാട് ക്ഷമാപണം, പശ്ചാത്താപം അതിൽ അബൂദർ നടത്തിയതാണ്. കർശനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുക. ഒരു നമുക്കൊരു ചെറുതാണെന്ന് തോന്നില്ലേ നമ്മളൊക്കെ. അതാ ചില ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ അവഗണിച്ച്, ചിലപ്പോൾ കാലിന്റെ എന്തോ കുറവോ ശേഷിക്കുറവോ, കയ്യിന്റെ ശേഷിക്കുറവോ, ശരീരത്തിന്റെ ശേഷിക്കുറവോ ഒക്കെ ആയിരിക്കും വളരെ നിസ്സാരമായിട്ട് സംസാരിക്കുക, ഒരു പ്രശ്നവും തോന്നാറില്ല. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് നിസ്സാരമെന്ന് തോന്നിയിട്ടുള്ള ഈ കാര്യങ്ങൾ അതിഗൗരവമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടപെട്ടു എന്നാണ് സഹോദരങ്ങളെ നമ്മൾ കാണേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നില്ല. ആശയങ്ങളിലേക്ക് ഹൃദയവുമായി സംവദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിസ്സാരപരമായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നത്. ഒരു സംശയവും വേണ്ട. ഹൃദയവുമായി സംവദിക്കാനും ആശയങ്ങളിലേക്ക് കടക്കാനും നമുക്ക് സാധിച്ച ഒരു സംശയവുമില്ല. ഖുർആൻ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും സഹോദരങ്ങളെ. ആ സഹോദരി പറഞ്ഞാലാ, ഞാൻ ഒരുപാട് സംസാരങ്ങൾ ഇങ്ങനെ സഹോദരി ഇടവലത്തുള്ള പെണ്ണുങ്ങളും ഒക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ ആയത്ത് കേട്ടതിന് ശേഷം വല്ലാഹി ഒരുപാട് സത്യങ്ങളിട്ട് ആ സഹോദരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ അനുഭവങ്ങൾ, പരീക്ഷയുടെ അനുഭവങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ
പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ സംസാരത്തിൽ എന്റെ ഏതെങ്കിലും ഒരു സഹോദരിക്ക്, ഏതെങ്കിലും ഒരു സഹോദരന് അഭിമാനത്തിന് പ്രശ്നം വരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് എന്ന് ആ സഹോദരി പറയുകയാണ്. ഹൃദയവുമായി സംവദിക്കാൻ അള്ളാഹുവിന്റെ ഖുർആനുമായിട്ടുള്ള ഒരു ടച്ച്, ഹൃദയവുമായി ടച്ച് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് സഹോദരങ്ങളെ. അത് ആ രൂപത്തിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും, ഒരു സംശയവും വേണ്ട. അല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു തലമുറ കടന്നു വരും, ഒരു തലമുറ കടന്നു വരും. ഹാദാ ഖൗമുൻ യഖറഊനൽ ഖുർആൻ, ഈ ജനത അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, അവരുടെ തൊണ്ടയുടെ ഉള്ളിലേക്ക് അള്ളാഹുവിന്റെ ഖുർആനെത്തില്ല കേട്ടോ. വിശുദ്ധ ഖുർആനെത്തില്ല, പ്രകടനപരമായി പാരായണം ചെയ്യുന്ന ആളുകളാ, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആളുകളാണെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ, തൊണ്ട കുഴിന്ന് താഴോട്ട് പോകില്ല. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടോ? പാരായണം ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ വിശേഷണങ്ങൾ റസൂലുള്ളാഹി പറയുന്നത് എന്താണെന്ന് അറിയുമോ? വയഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെ വധിക്കുകയും ചെയ്യും. നോക്കണേ, ഇന്ന് ലോകത്തിലുള്ള വിവിധ സംഭവങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, സമയമില്ല. കൊല്ലുന്നത് മുസ്ലിമീങ്ങൾ, കൊല്ലപ്പെടുന്നത് മുസ്ലിമീങ്ങൾ, അല്ലേ? മുസ്ലിമീങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പുണ്യ മദീനയിൽ പോലും അപകടങ്ങൾ ഉണ്ടാക്കിയത് നമ്മളൊക്കെ കേട്ടതാ. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ വധിക്കപ്പെടുന്നത്, കൊല്ലപ്പെടുന്നത് മുസ്ലിമീങ്ങൾ. മറ്റുള്ള ആളുകൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകൾ തന്നെ കൊല്ലുന്ന അവസ്ഥ പല ഭാഗത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ജനത കടന്നു വരും. ആ ജനത ഞങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആളുകളാ, ഇസ്ലാമിന്റെ ആളുകളാ എന്നൊക്കെ പറഞ്ഞ് നടന്നു പോകും. പക്ഷേ അവരുടെ ഉള്ളിലേക്ക് അല്ലാഹുവിന്റെ ഖുർആൻ എത്തിയിട്ടുണ്ടാവുകയില്ല. അവരുടെ പണി എന്താ? മുസ്ലിമീങ്ങൾ അവർ വധിച്ചുകൊണ്ടിരിക്കും. റസൂലുള്ളാഹി പറയുന്നു, അത്തരം ആളുകൾ ഉണ്ടല്ലോ, അവരെ ഞാനെങ്ങാനും ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലഅത്തുലന്നഹും ഖത്ല ആദ്, ആദിനെ കൊന്നതുപോലെ, ആദിനെ നശിപ്പിച്ചതുപോലെ, ആദ് സമുദായത്തെ, ധിക്കാരികളായ അഹങ്കാരികളായ ആദ് സമുദായത്തെ നശിപ്പിച്ചതുപോലെ ഈ വൃത്തികെട്ട സമൂഹത്തെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുകയും വിശുദ്ധ ഖുർആൻ ജീവിതവുമായി ബന്ധപ്പെടുത്താതെ, ജീവിതത്തിലേക്ക് എത്തിക്കാതെ, ഹൃദയവുമായി സംവദിക്കാത്ത ഈ ജനങ്ങളെ ഞാൻ നശിപ്പിക്കുമെന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു സമൂഹം കടന്നു വരുമെന്നാണ് പറഞ്ഞത്. അത്തരം ആളുകൾ ഒരു ബന്ധവുമില്ലാത്ത ഖുർആന്റെ ആളുകളാ ആണ്, അല്ലേ? ചില ആളുകൾ, ചില ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് ഇതാക്കി ഒക്കെ ആൾക്കാർ, പക്ഷേ ഖുർആന്റെ ആശയങ്ങൾ, പിന്നെ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ, അധ്യാപനങ്ങൾ, പിന്നെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന കാര്യങ്ങളൊന്നും പരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കും. ഖുർആന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഖുർആൻ ആസ്വദിക്കാൻ സാധിക്കാത്തത്. ചില ആളുകളൊക്കെ പറയാറില്ലേ, ഇന്ന ആയത്ത് എന്നെ വല്ലാതെ മാറ്റം വരുത്തിയത്, ഇന്ന ആയത്ത് എന്നെ വല്ലാതെ ആകർഷിച്ചു. എന്തേ കാരണം? അതിൻ്റെ ആശയം കൃത്യമായി മനസ്സിലാക്കി, അത് എനിക്കുള്ളതാണ്, എന്നെ ഓർമ്മിപ്പിക്കലാണ്, എനിക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് കരുതിയില്ല. അത് അങ്ങനെയാണ് ഖുർആനുമായി ബന്ധപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ ഖുർആൻ ആസ്വദിക്കാൻ സാധിക്കുന്നത് എന്നാണ്. അബ്ദുള്ള അടിയാർ DMK-യുടെ പ്രഗത്ഭനായ നേതാവ്, കരുണാനിധിയുടെ കൂടെ പിന്നെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ പ്രഗത്ഭനായ വ്യക്തിത്വം, മുർശലി എന്ന പത്രത്തിന്റെ എഡിറ്റർ എന്ന് വേണ്ട, തമിഴ് ലോകത്ത്
അടിയാർ എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളില്ല. DMK നിരോധിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ജയിലിലാകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ സംഭവങ്ങളിൽ ക്രൂരമായ പീഡനങ്ങളായി മനുഷ്യന് നേരെ വന്നത്. ഓരോ ദിവസവും അവിടെയുള്ള പോലീസുകാരുടെ മുട്ടടി കേൾക്കുമ്പോ ഈ മനുഷ്യൻ കിടന്നുറങ്ങാറില്ല, ഉറക്കം വരാറില്ല, ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നു, പേടിച്ചു വിറക്കാറുണ്ടായിരുന്നു. ആ സമയത്താണ് തന്റെ തൊട്ടടുത്ത സെല്ലിൽ നിന്ന് ഒരു സഹോദരൻ, ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ, ഒരു പേടിയുമില്ലാതെ, ഒരു പ്രയാസവും അവന്റെ മുഖത്തില്ലാതെ അവന് അവിടെ ഇങ്ങനെ ജീവിക്കുക, അവനവിടെ ഇങ്ങനെ കഴിഞ്ഞു പോവുക. ഈ യുവാവിനെ അടിയാർ വരാൻ പരിചയപ്പെടുക. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈ ചെറുപ്പക്കാരൻ തന്റെ നെഞ്ചത്ത് ഒരു ഗ്രന്ഥം വെച്ചിട്ട് ഇങ്ങനെ കരയുക. കരച്ചിൽ കേട്ടപ്പോൾ അടിയാർ കൊണ്ട് എൻ്റെ അടുത്ത് നിന്ന്, എന്താ നീ വായിക്കുന്നത്, എന്താ നീ കരയുന്നത്, എന്താണ് നിന്റെ പ്രശ്നം, എന്തിന് പേടിച്ചിട്ടാണോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ റബ്ബിന്റെ മുന്നിൽ എൻ്റെ എല്ലാ സങ്കടങ്ങളും ഞാൻ പറയാ, എൻ്റെ പ്രയാസങ്ങൾ പറയാ. എനിക്കാരെയും ഒരു പേടിയില്ല, എൻ്റെ റബ്ബിനെ മാത്രമേ പേടിയുള്ളൂ. അബ്ദുള്ള ഈ പറയുന്ന അടിയാർ എന്ന് പറയുന്ന വ്യക്തി ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ആ ഗ്രന്ഥം എനിക്കൊന്ന് വായിക്കാൻ തരുമോ? കയ്യിലേക്ക് കൊടുത്തു, വായിച്ചു. ഒരുപാട് പേജുകൾ മറച്ചു നോക്കി. ഓരോന്നും വായിച്ച സമയത്ത് ചില ആയത്തുകൾ ഈ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ അവരെ ഭയപ്പെടരുത്, നിങ്ങൾ എന്നെ ഭയപ്പെടണേ എന്ന ആയത്ത് കണ്ടപ്പോ ഈ അടിയാർ പറയാ, അല്ലേ, നിങ്ങൾ ആരെയും ഭയപ്പെടണ്ട, ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടണ്ട, നിങ്ങൾ ഒന്നിനെയും പേടിക്കണ്ട. നിങ്ങൾ പേടിക്കേണ്ടത്, ഭയപ്പെടേണ്ടത് നിങ്ങളുടെ റബ്ബിനെ മാത്രമാ, നിങ്ങളുടെ രക്ഷിതാവിന് മാത്രമാ, എന്നെ മാത്രമാ. ആ സന്ദേശം എന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ അടിയാർ എന്ന് പറയുന്ന വ്യക്തി പിന്നീട് അബ്ദുള്ള അടിയാറായി മാറി. അദ്ദേഹം പങ്കെടുത്ത കോഴിക്കോടടക്കം ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. നിരവധി തവണ ഈ ആയത്തുകൾ അദ്ദേഹം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾ അവരെ ഭയപ്പെടണ്ട, നിങ്ങൾ എന്നെ ഭയപ്പെടുക, നിങ്ങൾ അവരെ ഭയപ്പെടണ്ട, നിങ്ങൾ ആരെയും ഭയപ്പെടണ്ട, നിങ്ങൾ എന്നെ ഭയപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്തുകൾ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. അദ്ദേഹത്തിന് മാറ്റങ്ങൾ വരിക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. തന്റെ 22ാമത്തെ വയസ്സിൽ പിറന്നാൾ ആഘോഷിക്കുന്ന കാറ്റ് സ്റ്റീവൻസിന്റെ മുന്നിലേക്കാണ് തന്റെ സഹോദരൻ ഒരു ഗ്രന്ഥം കൊണ്ടു കൊടുക്കുന്നത്. മൊറോക്കോയിലെ ചികിത്സാ കാലഘട്ടത്തിൽ ചികിത്സിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരുപാട് ഗ്രന്ഥങ്ങൾ എടുത്തു. അതിൽ ഈ ഗ്രന്ഥം കൊടുത്തു. തന്റെ അനുജൻ തന്റെ 22ാമത്തെ വയസ്സിൽ തനിക്ക് സമ്മാനിച്ച ആ ഗ്രന്ഥകുമാർ എടുത്തുപോയി. ഈ കാറ്റ് സ്റ്റീവൻസിനെ എടുത്തു. ഓരോ പേജുകൾ ഇങ്ങനെ മറച്ചു നോക്കുക, പേജുകൾ ഇങ്ങനെ മറച്ചു നോക്കി. ആദ്യമായിട്ട് ഈ മനുഷ്യൻ കാണുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സ്തുതി. ഇങ്ങനെ ഒരു ലോകരക്ഷിതാവോ? ഒരുപാട് ദൈവങ്ങളെ കുറിച്ച് കേട്ടല്ലോ, ഒരുപാട് മതങ്ങളുടെ ദൈവങ്ങളെ പറ്റി കേട്ടല്ലോ. എല്ലാവർക്കും ഒരു ദൈവമോ? ഇങ്ങനെ ഒരു ദൈവമുണ്ടോ എന്നൊക്കെ ചിന്ത പോവുകയാണ് കാറ്റ് സ്റ്റീവൻസിന്റെ മനസ്സിൽ. അദ്ദേഹം ഒരു കപ്പൽ യാത്ര നടത്തുമ്പോൾ കപ്പലിൽ നിന്ന് തെറിച്ചുപോയി. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ദൈവങ്ങളെ വിളിച്ചു. ആ സമയത്താണ് ആ മനുഷ്യൻ പറയുന്നത്, എന്റെ അനുജൻ എന്റെ 22ാമത്തെ വയസ്സിൽ എനിക്ക് സമ്മാനിച്ച ആ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിച്ച അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞ ആ രക്ഷിതാവിനെ വിളിക്കാൻ തുടങ്ങി. ഏതോ ഒരു തിരമാല എന്നെ ആ കരയിലേക്ക് വലിച്ചെറിഞ്ഞു.
ജീവൻ തിരിച്ചു കിട്ടിയ ഞാൻ എന്റെ റൂമിലേക്ക് ഓടിച്ചെന്ന് എന്റെ അനുജൻ സമ്മാനിച്ച ആ വിശുദ്ധ വേദഗ്രന്ഥം വായിക്കാൻ തുടങ്ങി. ഓരോ പേജുകൾ ഞാൻ മറിച്ചിടുമ്പോഴും എന്റെ എല്ലാ സംശയങ്ങൾക്കും ആ പേജുകൾ മറുപടി പറഞ്ഞിരുന്നു. ആർഭാടമായി ജീവിച്ച ആളായിരുന്നു, ലഹരിക്കടിമപ്പെട്ട് ജീവിച്ച ആളായിരുന്നു ഞാൻ. എന്റെ സമ്പത്ത്, ഒരുപാട് സമ്പത്തും ഒരുപാട് ആരാധകരും എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സമാധാനങ്ങൾ, ഒരുപാട് ശാന്തി ഈ ഗ്രന്ഥം തന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്ന പേര് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ സ്വീകരിച്ചു. മാത്രവുമല്ല, അധാർമികമായി ജീവിച്ച, ലഹരിക്കടിമപ്പെട്ട എല്ലാ വൃത്തികേടുകളുമായി ജീവിച്ച ഒരു മനുഷ്യനായി എനിക്ക് ധർമ്മത്തിന്റെ, സമാധാനത്തിന്റെ, സത്യത്തിന്റെ ഈ പാത കാണിച്ചു തന്ന, അതിന് നേതൃത്വം നൽകിയ ഒരു പ്രവാചകന്റെ പേര് തന്നെ സ്വീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. യൂസുഫ് എന്ന പേര് ഞാൻ കൂടെ സ്വീകരിച്ചു. യൂസുഫ് ഇസ്ലാം എന്ന പേര് ഞാൻ സ്വീകരിച്ചു. ലോക ചരിത്രത്തിൽ നമുക്കൊരിക്കലും യൂസുഫ് ഇസ്ലാമിനെ മറക്കാൻ സാധിക്കുകയില്ല. ഇവാഞ്ചലിക്കൽ സഭ അമേരിക്കയോട് പറഞ്ഞു, യൂസുഫ് ഇസ്ലാമിന്റെ പ്രസംഗം നിങ്ങൾ ബ്ലോക്ക് ചെയ്തേ പറ്റൂ, അല്ലേ? അല്ലെങ്കിൽ ഒരു പക്ഷേ നാളെ അമേരിക്ക പോലും ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് കടന്നു പോകുമെന്ന്. ആ രൂപത്തിൽ ഇസ്ലാമിക പ്രബോധനവുമായിട്ട് കടന്നു പോകുന്ന അള്ളാഹുവിന്റെ ഖുർആൻ ആശയ സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടിയ പ്രഗൽഭ വ്യക്തിയായിരുന്നു യൂസുഫ് ഇസ്ലാം. ഒരായത്താണ് മാറ്റം വരുത്തുന്നത്, മനസ്സിലേക്ക് ആകർഷിക്കുകയും ഹൃദയങ്ങളുമായി സംവദിക്കുകയാണ്. ആ ആയത്തിലേക്ക് ആ മനുഷ്യൻ നോക്കിയപ്പോ അതെന്നോടാണ് പറയുന്നത്, അതെനിക്ക് വേണ്ടിയാണ് പറയുന്നത്, എന്നെയാണ് പഠിപ്പിക്കുന്നത് എന്ന ചിന്താവിനിലേക്ക് കടന്നു വരികയാണ്. സുഹൃത്തുക്കളെ, എപ്പോഴും നമ്മളൊരു പിതാവ് മക്കളോട് ഉപദേശിക്കുമ്പോൾ ആ മക്കൾ, അല്ലേ, ബാപ്പ എന്നോടാണ് പറയുന്നത്, ബാപ്പ എന്നെയാണ് പഠിപ്പിക്കുന്നത്, ബാപ്പ എനിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് മക്കൾ തീരുമാനിച്ചാലേ, മക്കൾ മനസ്സിൽ കരുതിയാലേ ബാപ്പയുടെ സംസാരം മക്കൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ, അംഗീകരിക്കുകയുള്ളൂ, ആ രൂപത്തിൽ ജീവിക്കുകയുള്ളൂ. ഒരു അധ്യാപകൻ കുട്ടിയോട് പറയുമ്പോ എനിക്ക് വേണ്ടിയാണ് എൻ്റെ അധ്യാപകൻ പറയുന്നത്, എൻ്റെ ടീച്ചർ സംസാരിക്കുന്നത് എന്നോടാണ് എന്ന് ആ കുട്ടി വിചാരിച്ചാൽ മാത്രമേ ആ കുട്ടിയിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഖുർആനാണ്, റബ്ബിൽ നിന്ന് ഇറങ്ങിയതാണ് എന്ന ചിന്ത നമുക്കുണ്ടാവണം. റബ്ബിൻ്റെതാണ് അത്. ആ ഖുർആൻ എനിക്ക് വേണ്ടിയാണ്, എന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ വിശുദ്ധ ഖുർആനിനെ ആസ്വദിക്കാൻ സാധിക്കൂ എന്നാണ്. ചില ആളുകൾ ഖുർആനല്ലേ ഇന്ന് മഗ്‌രിബിന് ശേഷം 10 മിനിറ്റ് ഓതണം, ബാക്കിയുള്ള സാധനമൊക്കെ എടുത്തു വെച്ച് ഓടി വന്ന് ഖുർആൻ എടുത്തൊരു 10 മിനിറ്റ് ഓതി കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഒരു 10 ഉണ്ട്, ഒരു മാസം കൊണ്ട് നമുക്ക് തീർക്കണം. അടിച്ച് വീശി തീർക്കും ചില ആളുകൾ, അല്ലേ? ഒരുപാട് തിരക്കും ടെൻഷനും പ്രയാസവും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്തും എന്തായാലും ഖുർആൻ തീർക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് തീർക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ തീർക്കേണ്ട ഒന്നല്ല ഖുർആൻ, അങ്ങനെ ഓതേണ്ട ഒരു സാധനമല്ല ഖുർആൻ. നമ്മുടെ മനസ്സിന് ശാന്തിയും ഇണക്കവും, അല്ലേ, ഒരു ഏകാഗ്രതയും ഒക്കെ കിട്ടുന്ന സമയത്ത് റബ്ബിനെ, അല്ലേ, എൻ്റെ റബ്ബ് എന്നോട് സംവദിക്കുകയാണ്, എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി പറയുകയാണ് എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് കയ്യിൽ വെക്കൂ സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഖുർആൻ ആ രൂപത്തിൽ നമ്മൾ എടുത്ത് കയ്യിൽ വെക്ക്. ഒരു സംശയമുണ്ടാ, നമുക്ക് മാറ്റം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് പ്രയാസം വിഷമം ഉണ്ടാകുന്ന സമയത്ത്, മനസ്സിണക്കമില്ലാത്ത സമയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യരുതേ. നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്ന സമയത്ത്, ഏകാഗ്രതയുള്ള സമയത്ത്, ശാന്തിയുള്ള സമയത്ത് മാത്രം റബ്ബിന്റെ ഖുർആൻ എടുത്ത് നിങ്ങൾ പാരായണം ചെയ്യണേ. എന്താ അങ്ങനെ പഠിപ്പിക്കാൻ കാരണം? നമ്മൾ അതിലെ ആശയങ്ങളിലേക്ക്
അതുമായി നമ്മുടെ ഹൃദയവുമായി സമീപിക്കണമെന്ന് നബി തിരുമേനി നമ്മെ പഠിപ്പിക്കുക. ആ രൂപത്തിലാ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുക നമ്മളോട്. എങ്കിലേ നമ്മുടെ മനസ്സുമായി ഒരു ബന്ധമുണ്ടാകുമെന്ന് നമുക്ക് കാണിച്ചു തരിക, പറഞ്ഞു തരിക. പക്ഷെ നമ്മൾ അതാരും തിരിച്ചറിയുന്നില്ല എന്നല്ല. നമുക്കൊരു വെപ്രാളത്തിൽ പ്രയാസപ്പെട്ട് പഠിക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ വെളിച്ചം പരീക്ഷയുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോ 40,000-ഓളം ആളുകൾ അല്ലാഹുവിന്റെ ഖുർആൻ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. ചില അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഒന്നുമല്ലാതെ തോന്നിപ്പോവുകയാണ്. ചില സഹോദരങ്ങൾ പറയുക, സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ, നൂറുകണക്കിന് സഹോദരങ്ങളാ അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആശയസഹിതം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് അവർ ചർച്ച ചെയ്യുക. ചില വാചകങ്ങൾ, ഇന്ന വാചകങ്ങൾ, ഇന്ന അർത്ഥത്തിൽ ഇന്ന വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ, ചില ആശയങ്ങൾ ഇങ്ങനെയല്ലാലോ വേണ്ടത്, ഇന്ന രൂപത്തിലല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോവുക. കാരണം ഖുർആനിന്റെ ഹൃദയത്തിലേക്ക് കടന്ന് ചർച്ച ചെയ്യുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു സഹോദരൻ പറഞ്ഞു, എനിക്ക് 1ാം സമ്മാനം 25,000 രൂപ കിട്ടുമല്ലോ, അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറെ കാലം, കുറെ മാസങ്ങൾ എനിക്ക് ജീവിക്കാൻ പറ്റും. അതായത് ഇത്രയും പാവപ്പെട്ട കുടുംബത്തിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു സഹോദര, സ്ഥലവും പേരും ഞാനിവിടെ എടുത്തു പറയുന്നില്ല. അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു, 15,000 രൂപ കിട്ടിയാൽ 2ാം സമ്മാനല്ലേ, എന്നാലും കുറച്ച് മാസങ്ങൾ എനിക്ക് ജീവിക്കാം, എനിക്ക് അത്രയൊക്കെയാണ്, എൻ്റെ ചെലവ് അത്രയൊക്കെയാണ്, അതിനു വേണ്ടിയാണ് ഞാൻ പഠിച്ചത്. അദ്ദേഹം 7ാം ഘട്ടം പരീക്ഷ എഴുതി, 8ാം ഘട്ടം പരീക്ഷ എഴുതി, 9ാം ഘട്ടം പരീക്ഷ എഴുതി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ ഇത് മുഴുവൻ പഠിക്കുന്ന അവസ്ഥയിൽ അതിനുള്ള സംവിധാനങ്ങളിൽ എന്നെയും ഉൾപ്പെടുത്തണം, ഇതിന്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ ഉൾപ്പെടുത്തണം. എനിക്ക് 25,000 കിട്ടണം എന്ന് വിചാരിച്ച് പഠിച്ചതാ, 15,000 കിട്ടണം വിചാരിച്ച് പഠിച്ചു, അല്ലെങ്കിൽ 10,000 കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പഠിച്ചു. പക്ഷേ എനിക്ക് 25,000 വേണ്ട, 15,000 വേണ്ട, 10,000 വേണ്ട. അള്ളാഹുവിന്റെ ഖുർആൻ നെഞ്ചോട് ചേർക്കാൻ എനിക്ക് സാധിക്കുന്നു. എന്റെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹുവിന്റെ ഖുർആൻ ഉത്തരം നൽകുന്നു. ഒരു അത്ഭുതമാണ് സഹോദരങ്ങളെ, നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തത് അല്ലേ? ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്ന നമുക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തത് മറ്റു പലരും അള്ളാഹുവിന്റെ ഖുർആൻ വായിച്ചുകൊണ്ട് ആസ്വദിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുക. ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. എനിക്ക് ഈ സന്ദർഭത്തിൽ ഈ സദസ്സിനോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ നല്ല മനസ്സമാധാനത്തോടുകൂടി നല്ലൊരു സമയത്ത്, വീട്ടിലെ കുടുംബ പ്രശ്നവും കാര്യങ്ങളും എന്തുണ്ടെങ്കിലും ആ സമയത്ത് എടുത്തു ഓതി പ്രശ്നം, എന്നാലും ഞാൻ ഖുർആൻ തീർക്കട്ടെ എന്ന രൂപത്തിൽ ഓതാനല്ല പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒരു മനസ്സമാധാനത്തിൽ ഉണ്ടാക്കി അല്ലേ, മനസ്സിനൊരു ഏകാഗ്രതയൊക്കെ വെച്ചു. എൻ്റെ റബ്ബ് എന്നോട് സംസാരിക്കുകയാണ്, എനിക്ക് വേണ്ടി സംസാരിക്കുകയാണ് എന്ന ചിന്തയോടുകൂടി അള്ളാഹുവിന്റെ ഖുർആനിനെ മുൻപിൽ വെച്ചുകൊണ്ട് ഖുർആനുമായി സംവദിക്കാൻ നമുക്ക് സാധിച്ചാൽ, ആ ഖുർആനിനെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില അൽ-ഹാഖും തകാസുർ എന്ന ആയത്ത് കേട്ടപ്പോ ലിയോപോൾഡ് വൈസ് അല്ലേ, ലോക ചരിത്രത്തിൽ നിന്ന് 40ഓളം ഗ്രന്ഥങ്ങൾ ഇറക്കിയ, ലോകത്തിന് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ എണ്ണുമ്പോൾ മുഹമ്മദ് അസദ് എന്ന പണ്ഡിതനെ ഒരാൾക്കും ഒരു ചരിത്രത്തിനും മറക്കാൻ സാധിക്കുകയില്ല. ലിയോപോൾഡ് വൈസ് എന്ന ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം അല്ലേ. സമാധാനമില്ലാതെ, ശാന്തിയില്ലാതെ
ആകെ ടെൻഷൻ, ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഒരുപാട് സമ്പത്തുകൾക്ക് ഉണ്ടായിട്ടും ഒരു ശാന്തിയും സമാധാനവും ഇല്ലാതെ നടന്നു നീക്കുന്ന മനുഷ്യന് പെരുപ്പം കാണിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. കബറിടം കാണുന്നത് വരെ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. നിങ്ങൾ പെരുപ്പം കാണിക്കണ്ട, അഹങ്കരിക്കണ്ട. കുറഞ്ഞ സമയം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതുകൊണ്ട് നല്ലത് ചെയ്യണേ. നിങ്ങൾ ആ ധിക്കാരം കാണിക്കരുതേ. എന്നെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടപ്പോ ആ മനുഷ്യൻ പറയാ, എന്റെ മനസ്സിന് സമാധാനം കിട്ടിയ വചനം. ഖുർആനിന്റെ എല്ലാ പേജുകളും പരിശോധിച്ചു. മക്കയിലേക്കുള്ള യാത്രയിൽ എന്റെ പ്രവാചകൻ, ഞാൻ പഠിച്ച, ഞാൻ അന്വേഷിക്കുന്ന പ്രവാചകന്റെ ഭൂമിയിലേക്കെന്ന് എനിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മക്കായിലേക്ക് യാത്ര തിരിക്കുകയും, മക്കായിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോ തന്റെ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരും ഭക്ഷണവും ഒക്കെ ഒഴിവായപ്പോ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അതിർത്തിനും അറിയാം, പിന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ തീരെ നോക്കണ്ട. തന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ തന്റെ നെറ്റിയിലേക്ക് ചൂണ്ടി ഈ ലിയോപോൾഡ് വെയ്സ് എന്ന വ്യക്തി മരിക്കാൻ നോക്കുന്ന സമയത്താ അല്ലാഹുവിന്റെ ഖുർആനിന്റെ സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, താൻ വായിച്ചെടുത്ത ആയത്തുകൾ മക്കായുടെ മണൽത്തരികളെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ തഴുകിക്കൊണ്ട്, തന്റെ ഹൃദയത്തെ തഴുകിക്കൊണ്ട് ആ മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. നിങ്ങളെ നാം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കുമെന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു കൊടുക്കും. പരീക്ഷണ തരം ചില ആളുകളുണ്ട്, ഒരുപാട് പ്രയാസവും രോഗവും ഒക്കെ വന്നിട്ട് ഞാൻ ആകെ തകർന്നു പോയി, എന്റെ എല്ലാം പോയി, എന്റെ തപ്പ് എനിക്കൊന്നും ചെയ്യുന്നില്ല, അള്ളാന്റെ പരീക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടാൻ തയ്യാറാകാത്ത ആളുകളുണ്ട്. റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ക്ഷമിക്കാൻ തയ്യാറാവാതെ അപകടത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. പരീക്ഷണത്തിന് ശേഷവും നിങ്ങൾ എന്താണ് പറയുക, എന്നും ഞാൻ പരീക്ഷിക്കുമെന്നുള്ള അല്ലാഹുവിന്റെ ഖുർആൻ ഈ വചനം കേട്ടപ്പോ തന്റെ റിവോൾവർ, തന്റെ നെറ്റിയിലേക്ക് ചൂണ്ടിയ റിവോൾവർ വലിച്ചെറിഞ്ഞിട്ട് ഈ മനുഷ്യൻ മക്കയെ ലക്ഷ്യമാക്കി നടന്നു. മുഹമ്മദ് അസദ് എന്ന പേര് സ്വീകരിച്ച് ലോകത്ത് ഇസ്ലാമിക പ്രബോധനവുമായി നിരവധി ഗ്രന്ഥങ്ങളും നിരവധി ലേഖനങ്ങളും ഈ മനുഷ്യൻ എഴുതുകയുണ്ടായി. ഒരുപാട് സംഭാവനകൾ ലോകത്തിൽ അർപ്പിച്ചു. ചില വചനങ്ങൾ, അള്ളാഹുവിന്റെ ഈ മഹാഗ്രന്ഥത്തിൽ നിന്നുള്ള ആയത്തുകൾ മനസ്സിലേക്ക് കടന്നെത്തുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന മഹാമാറ്റങ്ങളാണ് സഹോദരങ്ങളെ. ആരംഭത്തിൽ ഖുർആനിനെ സമീപിച്ച ഒരു സംശയവുമില്ല, ഏത് ഘട്ടത്തിലാകട്ടെ നമുക്കും ആ മാറ്റങ്ങൾ ഉണ്ടാവാം. ഖുർആനിക ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഈ സംഭവങ്ങളിലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോ നമ്മൾ ആലോചിക്കണം, റബ്ബേ ഞാനത് ചെയ്യരുത്, ഞാനത് പറയാൻ പാടില്ല, ഞാൻ രൂപത്തിൽ പരിഹസിക്കാൻ പാടില്ല, ഞാൻ അവരെ സഹായിക്കണം. ഒരു റമദാനിന്റെ ഘട്ടത്തിൽ ഒരു യതീം ഖാനയുടെ പിരിവിന് വേണ്ടി, ഒരു അറബി കോളേജിന്റെ പിരിവിന് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു സ്ഥലത്തേക്ക് കടന്നുപോയി. പള്ളിയിൽ കുറെ സഹോദരങ്ങളുണ്ട്. ഒരു സഹോദരൻ ഒരു ഭാഗത്തിരിക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. ഈ മനുഷ്യനോട് ഒരുപാട് പേര് ചോദിച്ചു, ഒന്നും ഇന്ന് ആളെ പറഞ്ഞുതരോ, യതീംഖാനയുടെ പിരിവാണ്, പാവപ്പെട്ട അനാഥകളായ കുട്ടികൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും പണം തരാൻ പറ്റുന്ന ആളുകളുടെ ലിസ്റ്റ് അദ്ദേഹത്തിന്റെ വഴി ചോദിച്ചാൽ ഈ മനുഷ്യൻ ശ്രദ്ധിച്ചേയില്ല. മനുഷ്യൻ ഖുർആൻ പാരായണത്തിലാണ്. നോക്കണേ, അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മ മക്തൂം കടന്നു വന്നപ്പോ
ഖുറൈശി പ്രമുഖന്മാരുമായി സംസാരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അടുത്ത് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ തന്റെ ഖുറൈശി പ്രമുഖന്മാരുടെ സംസാരങ്ങൾ അത് മാറിപ്പോകുമോ, ആ സംസാരത്തിൽ നിന്ന് ആ സംസാരം അവരും അവിടെ വെച്ച് മുറിഞ്ഞു പോകുമോ എന്ന് കരുതി ആ സമയത്ത് ശ്രദ്ധിക്കാതിരുന്ന പ്രവാചകനെതിരെ രൂക്ഷ വിമർശനങ്ങൾ എത്തിയ വചനങ്ങൾ ഇറക്കിയ ഖുർആനിക വചനങ്ങൾ വായിക്കുകയാണ് ഈ സഹോദരൻ. നോക്കണം, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഖുർആൻ അവിടെ വെച്ചിട്ട് ഈ പ്രയാസപ്പെട്ട് വളരെ ദൂരെ നിന്ന് വന്ന ഈ സഹോദരൻ ഒന്ന് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ഖുർആൻ ഈ മനുഷ്യൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ഇരട്ടി പ്രതിഫലം ഈ മനുഷ്യൻ അവിടെ ലഭിക്കുമായിരുന്നു. പക്ഷെ അത് തള്ളി മാറ്റി. എനിക്ക് ഇതാണ് പ്രശ്നം, നിന്റെ കാര്യം നോക്കേണ്ട ആവശ്യമേയില്ല, നീ നിന്റെ വഴിക്ക് പോയിക്കൊള്ളുക, ഞാൻ ഖുർആൻ ഓതട്ടെ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് നീ അവനെ നോക്കൂ. അതാ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് നീ അവനെ നോക്കൂ, നീ അവനെ ശ്രദ്ധിക്കൂ, അവന് വഴി പറഞ്ഞു കൊടുക്കൂ, അവന് വേണ്ട സഹായം ചെയ്യൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ മനുഷ്യനോ ഇല്ലേ, അതൊന്നുമില്ല, ഞാൻ ഖുർആൻ പാരായണം ചെയ്യാണ്. അവിടെയാണ് അപകടം. അല്ലാഹുവിന്റെ ഖുർആനിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം ഖുർആൻ ആസ്വദിക്കാൻ സാധിക്കില്ല സുഹൃത്തുക്കളെ. ഖുർആനുമായി ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയില്ല. നമ്മളൊക്കെ ഈ ഒരു ക്ലാസിന്റെ അവസാനത്തിലും എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഖുർആൻ പഠന പദ്ധതിയുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലും ഒരുപാട് വ്യക്തികളുമായി സംവദിക്കാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ അവരിൽ ഒക്കെ കേട്ടിട്ടുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ അവരുടെ മാറ്റങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ ആസ്വദിച്ച മാറ്റങ്ങൾ പറയുമ്പോൾ നമ്മളോട് തന്നെ കരഞ്ഞു പോയിട്ടുണ്ട്. നമുക്കതിന് സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട് നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ റബ്ബിന്റെ ഖുർആനാണെന്ന് കരുതി എന്നോടാണ് സംസാരിക്കുന്നത്, എനിക്ക് വേണ്ടിയാണ്, എന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത് കരുതി ആ ഖുർആനിനെ സമീപിക്കാൻ, ആ ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആനുമായിട്ടുള്ള പ്രചരണത്തിൽ ഇടപെടാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഉത്തമർ ആ ആളുകളാണ് എന്ന് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവേ, പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ആത്മാർത്ഥമായിട്ട് ഖുർആൻ ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തിയേ നാഥാ. അള്ളാഹുവിന്റെ ഖുർആൻ വായിക്കുമ്പോൾ ഏകാഗ്രത ഉണ്ടാവണേ റബ്ബേ. സമാധാനത്തോടെ ഖുർആൻ വായിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമേ നാഥാ. ഖുർആനിലെ എല്ലാ സൽഗുണങ്ങളും എല്ലാ നന്മകളും ഞങ്ങളിലും ഉണ്ടാവണേ നാഥാ. അല്ലാഹുവേ, പരിശുദ്ധ ഖുർആൻ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ നാഥാ. അല്ലാഹുവേ, പരിശുദ്ധമായ പരിപാവനമായ സ്വർഗ്ഗപൂങ്കാവനത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ നാഥാ. ഒരുപാട് സഹോദരങ്ങൾ മാരകങ്ങളായ രോഗങ്ങൾ ബാധിച്ച് കിടപ്പിലാണ് നാഥാ. അവർക്ക് നീ ശിഫ നൽകണമേ നാഥാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാര്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, മക്കൾ, അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും നൽകി പരിശുദ്ധമായ പരിപാവനമായ സ്വർഗ്ഗലോകത്ത്, സ്വർഗ്ഗത്തെ ഏറ്റവും ഉന്നതമായ പദവിയിൽ അവരെയും ഞങ്ങളെയും പ്രവേശിപ്പിക്കണേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.